അതെ, ഇവിടെ ഉരുൾപൊട്ടൽ, ചൂരമല എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു ഫുഡ് കോർട്ട് വെക്കാനായിട്ട് ബോച്ചെ 1000 ഏക്കറിൽ സ്ഥലം അവർക്ക് അവിടെ അത് നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, സ്ഥലം ഉപയോഗിക്കാൻ കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അവർ പലരും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ഉള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ അഭ്യർത്ഥന വാങ്ങിച്ചിട്ട് ആണ് അവരിതിനു വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ന്യൂ ഇയറിന് പ്രോഗ്രാം നടത്തിയിരുന്നല്ലോ. അതെ, പ്രഖ്യാപിച്ചിരുന്നു, നമുക്ക് നടത്താൻ പറ്റും. ഇത്തവണ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ അവിടെയും ചിന്തിക്കുന്നുണ്ട്, ആരും മുടക്കിയില്ലെങ്കിൽ നടത്തണം എന്നുണ്ട്. ഇപ്രാവശ്യം ആരെ മുടക്കാന്നറിയില്ല. അല്ലെങ്കിൽ നടത്താൻ പറ്റിയാൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അവിടുത്തെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും, അല്ലെ ആന കുത്തിയിട്ടും വീട് പോയിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്, അവർക്കും ബാക്കി വയനാട്ടിലെ അർഹതപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും കൂടെ നൽകുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അല്ലാണ്ട് ഒരു നടത്തിയൊരു ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു പാഷനാണ്. ഒപ്പം ഒരു നല്ല കാര്യം കൂടെ നടക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് ഇപ്രാവശ്യം ടിക്കറ്റ് വെച്ചുകൊണ്ട് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചെറിയൊരു ഫംഗ്ഷനാണോ അതോ വലിയ? ചെറുതായിട്ട് നടത്താം, പക്ഷെ അവസാനം വലുതായിട്ട് മാറുകയാണ്. ഇത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പരിപാടി ആയതുകൊണ്ട് ഫ്രീ കിട്ടിയതാണ്. അതുകൊണ്ടാണ് തീറ്റയിനിടയ്ക്ക് പുതിയ പ്രോജക്റ്റുകൾ ടൂറിസത്തേക്ക് അവിടെ അത് വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തുരങ്കപാത വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രോജക്റ്റുകൾ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അഡ്വഞ്ചറുകളുണ്ട്, കുറച്ച് റൂംസായിട്ടുണ്ട്, ബ്രിട്ടീഷ് ബംഗ്ലോ, ബോച്ചെ പബ്ബ്, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടുണ്ട്. ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മെസ്സിയുടെ ഊട്ടി പോലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ, ഊട്ടി ഫ്ലവർ ഷോ പോലെ കേരള ഫ്ലവർ ഷോ നമ്മുടെ മേപ്പാടി ബോച്ചെ 1000 ഏക്കറിൽ കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സിയുടെ വരവ് ഒരു പ്രതിസന്ധിയിലാണല്ലോ. അപ്പോൾ ബോച്ചെ നേരത്തെ ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നാണല്ലോ. ഇനി അങ്ങനെ എന്തെങ്കിലും നീക്കം? ഞാൻ നേരത്തെ എല്ലാ ഡീലിങ്ങൊക്കെ ആക്കിയതാണ്. അപ്പോൾ മറഡോണയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മെസ്സിയുടെ വീട്ടിൽ പോയി അവിടുന്ന് ഇതൊക്കെ ഒപ്പിട്ട് ബനിയനൊക്കെ ഒപ്പിട്ടൊക്കെ ഉണ്ട്. മെസ്സിയുടെ ഫാദറുമായിട്ടൊക്കെ സംസാരിച്ചു. ആ സമയത്ത് മറഡോണയായിട്ട് തെറ്റ് ചെയ്തുകൊണ്ട് മറഡോണ കയ്യിൽ നിന്ന് പോവില്ലോ എന്നതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചാൽ അതൊരു 10 വർഷത്തിന് മുമ്പാണ്. ഇനിയൊരു ശ്രമം കൂടെ നടത്തുന്നുണ്ടോ? നടത്താൻ വരുമൊന്നുമില്ല, വൈനോട്ട് എന്തും ചെയ്യാലോ, വൈനോട്ട് എല്ലാം ശ്രമിച്ചോ, ഫോളോ അപ്പ് ചെയ്ത് നോക്കാമല്ലോ, നടക്കുന്നത് നടക്കാമല്ലോ. ഇവർക്ക് എവിടെ ആർക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു? അയ്യോ, ഞാൻ അത് പഠിച്ചിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല. ഓക്കെ, ശരി.